എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി എന്നോടൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹെയർ കെയർ ആണ്. ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ. നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ എന്നും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെയർ കെയർ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്നെ കാണുമ്പോഴേ ആൾക്കാർ ചോദിക്കുന്നത് എവിടെയാണ് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നാണ് കേട്ടോ. എൻ്റെ ഹെയറിൻ്റെ കളർ കണ്ടിട്ട് ചോദിക്കുന്നതാണ് ആൾക്കാർ. അപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യണത് എന്ന് പറയുമ്പോൾ ബ്യൂട്ടീഷ്യനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഹെയറിൻ്റെ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഹോം റെമഡി ചെയ്യാൻ പറയുമ്പോൾ അവർ പറയാതൊന്നും ചെയ്തത് കൊണ്ട് കാര്യമില്ലാന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഹോം റെമഡി ചെയ്യുന്നത് കൊണ്ട് നല്ല കാര്യമുണ്ട്. അതിനൊന്നാമത്തെ ഉദാഹരണമാണ് ഞാൻ. കാരണം ഒരു 20 വർഷമാകാൻ പോകുന്നു ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും എൻ്റെ സ്കിന്നും ഹെയറും ഒക്കെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടും ഇത് കണ്ടോ നല്ല സിൽക്കി ആയിട്ടും ഷൈനി ആയിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ റെഗുലറായിട്ട് ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഷുവറായിട്ട് നിങ്ങൾ ഹെയർ കെയർ ചെയ്താൽ അത് നിങ്ങളുടെ സ്കാൽപ്പ് ഹെയറും ഒക്കെ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് എനിക്ക് തല കഴുകേണ്ട ദിവസമാണേ. ഇന്നിപ്പോൾ ഞാനൊരു 3 ദിവസമായിട്ടുണ്ട് തല കഴുകിയിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഞാൻ 2 ദിവസമാണ് തല കഴുകണത്. പിന്നെ ഇടയ്ക്ക് എനിക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകേണ്ട വന്നു, അന്നേരം എൻ്റെ തലയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കുവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാമ്പു വാഷ് ചെയ്തിട്ടാണ് പുറത്ത് പോവാറ്. അല്ലാതെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഷാമ്പു ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഓയിൽ വെച്ച് മസാജ് ചെയ്ത് ഷാമ്പു ചെയ്യണ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കണ ഓയിൽ ഇത് കണ്ട ആൽമണ്ട് ഓയിലാട്ടോ സ്കാൽപ്പിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ മോസ്റ്റ്ലി വെളിച്ചെണ്ണയാണ് ഞാൻ എൻ്റെ സ്കാൽപ്പിലേക്ക് ഉപയോഗിക്കാറ്. എങ്കിൽ തന്നെയും ഞാൻ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, അതുപോലെ നമ്മൾ വാതിക്കയുടെ ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ പുറത്തുനിന്ന്. അപ്പോൾ ആ വാതിക്കയുടെ ഓയിലൊക്കെ മുന്നേ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിരുന്നു കേട്ടോ. എനിക്കത് നല്ല ഓയിലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിലുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിലുകൾ മാറ്റി ഉപയോഗിക്കുമ്പം നമുക്ക് ഈ എല്ലാ ഓയിലുകളിലെ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങാനും അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനും മുടി കൊഴിച്ചിൽ തടയാനും നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിന് മുന്നേ ഇത് കണ്ട ഇതുപോലെ ഒരകന്ന പല്ലുള്ള ചീപ്പ് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് നന്നായിട്ട് ചീവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഹെയറിലെ കെട്ടുകളൊക്കെ മാറാനും നമുക്ക് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ തല ചീവണത് നമ്മുടെ സ്കാൽപ്പിന് ഒരു നല്ല മസാജാണ്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഓയിൽ സ്ലോലി പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഇറങ്ങുകയും അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിക്കാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പ് ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെയറിലെയും സ്കാൽപ്പിലെയും പ്രോബ്ലങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ടും അത് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തല ചീവാൻ പോവുകയാണ്. ഇതുപോലെ നന്നായിട്ട് ചീവുക. അപ്പം നല്ല ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അകന്ന പല്ലുള്ള ചീപ്പ് വെച്ചിട്ട് ചീവണത് വളരെ നല്ലതായിരിക്കും. കോമ്പ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഈ എഡ്ജുകൾ ഷാർപ്പ് അല്ലാത്ത കോമ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് സമയം എടുത്തിട്ട് ഇങ്ങനെ എല്ലാ വശവും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും തല കുനിച്ചു പിടിച്ചിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്കും അതുപോലെ ചെവിയുടെ സൈഡുകൾ ചെവി ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ചെവിയുടെ സൈഡുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും എല്ലാ വശത്തേക്കും നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മുടി ഒന്ന് കോമ്പ് ചെയ്യണത് വളരെ നല്ലതാണ് ഓയിൽ വെക്കുന്നതിന് മുന്നേ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ട് കോമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ആൽമണ്ട് ഓയിൽ ഇല്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ തേങ്ങാപ്പാലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾ കാച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഷാമ്പൂ ചെയ്യണമല്ലോ. അപ്പോൾ 2 പ്രാവശ്യം ഷാമ്പൂ ചെയ്യുന്ന സമയത്ത് 1 പ്രാവശ്യം എണ്ണ വച്ചാലും മതി. നിങ്ങൾക്ക് 2 പ്രാവശ്യം എണ്ണ വെക്കണം എന്നുള്ളവരാണെങ്കിൽ 2 പ്രാവശ്യം എണ്ണ വെക്കാൻ കുഴപ്പമില്ല. ആഴ്ചയിൽ 1 പ്രാവശ്യം എണ്ണ വെച്ചാലും മതി. എന്നിട്ട് മറ്റേ പ്രാവശ്യം നമ്മൾ
ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പ് ഇതുപോലെ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെറുതെ ഓയിലൊന്നും വേണ്ട, വെറുതെ നമ്മുടെ സ്കാൽപ്പ് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഷാംപൂ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നുള്ള സ്കാൽപ്പിൽ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ, നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ വർദ്ധിക്കാനും അത് നമ്മുടെ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ടും ഷൈനി ആയിട്ടും ഇരിക്കാനായിട്ടും അത് നമ്മളെ സഹായിക്കും. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് മുടി ഭയങ്കരമായിട്ട് റഫായിട്ട് വരുന്നു എന്നുള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു ഏജ് ഒരു 35, ഒരു 38 ആ ഒരു പ്രായമൊക്കെ ആയി വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഹെയർ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഹെയറുകൾക്ക് ശകലം കട്ടി കൂടിയ പോലെ ഒരു പരിവരിപ്പൊക്കെ പോലെ തോന്നും. അപ്പം അതുപോലെ ഉള്ള സമയത്ത്, അപ്പം ആ ഒരു സമയത്തായാലും അതിന് മുന്നേ ചിലരുടെയൊക്കെ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹെയറൊക്കെ ഭയങ്കരമായിട്ട് റഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യം എണ്ണ തേക്കൂലേ, എണ്ണ തേക്കുന്ന സമയത്ത് അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് അടിക്കുക. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. അടിച്ച് പതപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആ മുട്ടയുടെ വെള്ള വേറെ കിടക്കും, ഓയിൽ വേറെ കിടക്കും. അത് നന്നായിട്ട് അങ്ങ് അടിച്ച് പതപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ അങ്ങ് യോജിച്ച് നന്നായിട്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നമ്മുടെ ഹെയറിൻ്റെ റഫ്നെസ് പോകാനും അതുപോലെ നമ്മുടെ ഹെയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും സിൽക്കി ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ അത് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നല്ലോണം റഫായിട്ട് ഹെയർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് അന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിലർക്ക് ഒരാഴ്ച ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടും, ചിലർക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്താലായിരിക്കും, ചിലർക്ക് 3 പ്രാവശ്യം ആയിരിക്കും, ചിലർക്ക് 1 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടണത്. അപ്പം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അതുവരെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, കാരണം നമുക്ക് കെമിക്കൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, നാച്ചുറലി ആയിട്ടുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് സമയം എടുക്കുകയും ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ സ്കാൽപ്പ് മസാജ് ചെയ്യണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഇത് കണ്ടോ, ഇവിടെ ഈ ബാക്ക് സൈഡിൽ നിന്നാണ്, ഇവിടെ നേപ്പ് എന്നാണ് പറയണത്. നേപ്പ് ഏരിയയിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ് കൊണ്ട് റൗണ്ടിൽ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. സ്ലോലി അത് നമുക്ക് ഒരു 5 or 8 ഒക്കെ പ്രാവശ്യം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു 5-8 പ്രാവശ്യം ഞങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടോ, ഈ ചെവിയുടെ ഈ ഭാഗത്തുനിന്ന് നമുക്കിതുപോലെ മസാജ് ചെയ്ത് കൈകൾ ഇങ്ങനെ ഇച്ചിരി അകത്തി വെക്കണം. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് നമുക്ക് മസാജ് കിട്ടും. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് പൊക്കത്തിലേക്ക് കൊണ്ടുപോവുക. കൈ രണ്ടും ഇങ്ങനെ പിണച്ച് പൊക്കത്തിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മുടെ ഈ പുരികത്തിൻ്റെ ഏരിയയിൽ നിന്നും ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിന് ചുറ്റും എല്ലാ ഭാഗത്തു കൂടെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക സർക്കുലാർ മോഷനിൽ. അതിനുശേഷം നമുക്ക് ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് ഹെയർ പുള്ളിങ് എന്നാണ് ഇതിന് പറയുന്നത്. ചെറുതായിട്ട് നമുക്കിങ്ങനെ എല്ലാ വശത്തേക്കും 4 വശത്തേക്കും ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിലെ മുടി മുഴുവനും ഇങ്ങനെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ എല്ലാ വശത്തേക്കും പുള്ളി ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ സ്കാൽപ്പിലേക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ടുണ്ടാകാനും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ടും അത് നമ്മളെ സഹായിക്കും. അതുപോലെ ഈ ഹെയർ പുള്ളിങ്ങിന് ഒരുപാട് ഗുണമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. മൂഡ് സ്വിങ്സ് മാറ്റാനും അങ്ങനത്തെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഹെയർ പുള്ളിങ് വളരെ നല്ലതാണെന്നാണ് പറയണത്. അപ്പം അങ്ങനെ നമ്മൾ ഈ സ്കാൽപ്പിലെ ഹെയർ ഫുള്ളും എടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് ഒന്ന് ഫിംഗറിലൊന്ന് ചുറ്റിപ്പിടിച്ചിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് വലിച്ചു വിടുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു മീഡിയം പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ എല്ലാ വശത്തേക്ക് കേട്ടോ.
ഇനി പാക്ക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഓയിൽ വെക്കുന്നതിന് പകരം എന്തെങ്കിലും പാക്കുകൾ നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ പാക്കിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ ആഴ്ച നമുക്ക് ഓയിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പാക്ക് ഇടുന്ന വീഡിയോസും ഒക്കെ ഞാൻ ഒരുപാട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പും ഹെയറും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഡാൻഡ്രഫ് ഒരു തുള്ളി പോലും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മുടി പൊഴിച്ചിലുണ്ടാവത്തില്ല. അതുപോലെ ഹെയർ ഗ്രോത്തും നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്തോളും. അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉള്ള ആളാണ്. ഞാനൊരു 19 വർഷത്തിന് മേളിലായി തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് മുടി പൊഴിച്ചിൽ വളരെ കുറവാണ്. ഇപ്പം 3 ദിവസം കൂടിയിട്ട് എൻ്റെ മുടി പൊഴിഞ്ഞതാണിത്. നമ്മൾ നോർമലി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് എത്ര മുടി പോകുമോ അത്രയും മുടിയാണ് എൻ്റെ ഹെയറിൽ നിന്ന് പോകത്തുള്ളൂ. സാധാരണ നമുക്ക് തൈറോയിഡൊക്കെ ഉള്ളവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നതാണ് സ്കിന്നിൻ്റെ ഡ്രൈനെസ്, അതുപോലെ തന്നെ മുടി പൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, എനിക്കില്ലാത്തതിൻ്റെ കാരണം ഞാൻ ഹെയർ കെയർ റെഗുലറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഹെയർ കെയർ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്ന് അത് നമുക്ക് സ്വയമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഒരു മാസമൊക്കെ നമ്മൾ ചെയ്ത് നോക്കി എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും വരുന്നില്ല, നമ്മുടെ സ്കാൽപ്പിലെ പ്രോബ്ലത്തിൽ നിന്ന് മുടി പൊഴിച്ചിലായാലും താരനായാലും ഒക്കെ ഒരു വ്യത്യാസവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് മെഡിസിൻ വാങ്ങി കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചിലപ്പം വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ ഉള്ളതിൻ്റെയൊക്കെ ഫലമായിട്ടും ഈ മുടി പൊഴിച്ചിലും അതുപോലെ താരനും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ റെഗുലറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറും സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മുഖവും നെക്കും ഇവിടെയെല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു, നമ്മുടെ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഹോട്ട് ഓയിൽ ചെയ്യണതോ ഒരു ഹെയർ സ്പാ ചെയ്യണതോ ഒക്കെ വളരെ നല്ലതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഹെയർ സ്പാ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹോട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോട്ട് ഓയിൽ ചെയ്യാനായിട്ട് ഹോട്ട് ഓയിലും ഹെയർ സ്പായും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിലൊക്കെ വെച്ച് ഒരു പാക്കൊക്കെ ഇട്ട് ഒരു സ്റ്റീമൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേട്ടും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നന്നായിട്ട് ആക്റ്റീവ് ആകാനും നന്നായി ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനും അത് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് കൂടുതൽ നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. മാസത്തിലൊരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി, വലിയ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. നമ്മൾ നാച്ചുറലായിട്ട് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എഗെയിൻ നമ്മളുടെ സ്കിന്നും ഹെയറും ഒക്കെ ആ പഴയ പടിയിലേക്ക് പൊളിഞ്ഞിളകി ഒരു ഗ്ലോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഓയിലൊക്കെ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം കെട്ടി വെക്കുക. അരമണിക്കൂറിന് ശേഷം നമ്മൾ നന്നായിട്ട് ഡബിൾ ഷാമ്പൂ ചെയ്യണം. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ഓയിലും നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ അതും ഓയിലും എല്ലാം കൂടെ കൂടി ഇങ്ങനെ ഭയങ്കര തിക്കായിട്ട് ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഷാമ്പൂ ചെയ്യണം എന്ന് പറയുന്നത്. ഡബിൾ ഷാമ്പൂ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം അഗൈൻ ഒന്നും കൂടെ നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓയിൽ വെച്ച് സ്കാൽപ്പ് മസാജൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് കണ്ടീഷണർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഹെയർ നല്ല കണ്ടീഷണർ ഇട്ട പോലെ ആയിരിക്കും ഇരിക്കുന്നത് നമ്മൾ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഡബിൾ ഷാമ്പൂ ചെയ്താലും. അപ്പോൾ അതുകൊണ്ട് ഡബിൾ ഷാമ്പൂ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്ത് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കണ്ടീഷണറൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടീഷണറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഷാമ്പു ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ ഒട്ടും റഫായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളതങ്ങ് ഒരു റുട്ടീനായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക, ഫുഡും കൂടെ നന്നായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയ നമ്മുടെ ഹെയർ അതെ ഒരു പൊടിക്ക് കൂടിയാലും അതിൽ നിന്നൊട്ടും കുറഞ്ഞു പോകാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.